ആശങ്ക അകന്നില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്ന് മാത്രവുമല്ല, ഇന്നലെയും ഇന്നുമായി നടന്ന യോഗങ്ങളിൽ ആശങ്കകൾ ഉന്നയിക്കപ്പെടുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. ശക്തമായ ചില ആശങ്കകളാണ് ദീപാദാസ് മുൻഷിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഘടകകക്ഷി നേതാക്കളെല്ലാം പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ലീഗിൻ്റെ ചില വിമർശനങ്ങളാണ്. ഇന്നിപ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ് ദീപാദാസ് മുൻഷിയുമായിട്ട് ചർച്ച നടത്തിയത്. ആ കൂടിക്കാഴ്ച ആകെ 10 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. 3 കാര്യങ്ങളാണ് ലീഗ് അഥവാ കുഞ്ഞാലിക്കുട്ടി ലീഗിൻ്റെ ആവശ്യങ്ങളായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ആവശ്യമെന്ന് പറയുന്നത് കോൺഗ്രസിൽ ഐക്യമുണ്ടാകണം എന്നുള്ളതാണ്. ഒന്നാമത്തെ ആവശ്യം കോൺഗ്രസിൽ ഐക്യമുണ്ടാകണം എന്നുള്ളതാണ്. കോൺഗ്രസിൽ ഐക്യമുണ്ടാകണം എന്നൊരു ഘടകകക്ഷി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കോൺഗ്രസിൽ ഐക്യമില്ല എന്നുള്ളതല്ലേ? അത് വളരെ ശക്തമായൊരു ആശങ്കയല്ലേ? രണ്ടാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. മുന്നണിയുടെ കെട്ടുറപ്പ് കോൺഗ്രസ് ഉറപ്പാക്കണം എന്നാണ് ലീഗ് പറയുന്നത്. മുന്നണിയുടെ കെട്ടുറപ്പ് കോൺഗ്രസ് ഉറപ്പാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കോൺഗ്രസ് ആദ്യം ശക്തമായി നിൽക്കണം, അല്ലേ? ശക്തമായി നിൽക്കുന്ന കോൺഗ്രസിൽ വിശ്വസിച്ചുകൊണ്ടേ ആ മുന്നണിയിൽ UDF-ലും മറ്റ് ഘടകകക്ഷികൾക്ക് തുടരാൻ കഴിയുള്ളൂ. ശക്തമല്ലാത്തൊരു കോൺഗ്രസ് അഥവാ അനൈക്യപ്പെട്ട് നിൽക്കുന്ന കോൺഗ്രസ് നിശ്ചയമായും മുന്നണി ഘടകകക്ഷികൾക്കൊരു പ്രശ്നം തന്നെയാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുകയാണ് UDF എന്ന് പറയുന്ന മുന്നണി. ആ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ഇനി ഒരു പരാജയം കൂടി ഏറ്റുവാങ്ങാൻ കഴിയില്ല. പരാജയപ്പെട്ടാൽ നിലനിൽപ്പില്ലാത്ത ഈർക്കിലി പാർട്ടികളാണ് ഭൂരിഭാഗവും. അപ്പോൾ അവരൊക്കെ ചേരിമാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും കോൺഗ്രസ് മുന്നണിയുടെ കെട്ടുറപ്പ് ഉറപ്പാക്കണമെന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ വലിയ ഉത്തരവാദിത്വത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുതന്നെയാണ് അവസാനത്തെ പ്രശ്നമായിട്ടും കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്.